നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ 300 പ്രവാസികൾക്ക് പൗരത്വം അനുവദിച്ചുകൊണ്ട് ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ഉത്തരവ്. ഈ വർഷം പൗരത്വം അനുവദിക്കുന്ന വിദേശികളുടെ ആദ്യ ബാച്ചാണ് ഇത്. രാജ്യത്തെ നിയമപ്രകാരം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പ്രവാസികൾക്കാണ് പൗരത്വം അനുവദിക്കുന്നത്. ഒമാനിലോ മറ്റേതെങ്കിലും രാജ്യത്തോ ജനിക്കുന്നവരും അമ്മയോ അച്ഛനോ ഏതെങ്കിലും ഒരാൾ ഒമാൻ പൗരനുമായ കുട്ടികൾക്കും അച്ഛനും അമ്മയും ആരെന്നറിയാതെ ഒമാനിൽ ജനിച്ച കുട്ടികൾക്കും നിയമപ്രകാരം രാജ്യത്ത് പൗരത്വം ലഭിക്കും. ഇതിനു പുറമെ ഒമാൻ പൗരത്വം നഷ്ടപ്പെട്ട പിതാവിന്റെ മകനോ മകളോ ആയി ഒമാനിൽ ജനിക്കുന്ന കുട്ടികളും പൗരത്വത്തിന് അർഹനാണ്. ഇതിനെല്ലാം പുറമെ നിശ്ചിത യോഗ്യതകൾ പാലിക്കുന്ന വിദേശികൾക്ക് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പൗരത്വത്തിന് അപേക്ഷിക്കാം. അറബി ഭാഷ വായിക്കാനും എഴുതാനുമുള്ള അറിവുണ്ടായിരിക്കണം. തുടർച്ചയായി 20 വർഷം ഒമാനിൽ താമസിച്ചിരിക്കണം എന്നിങ്ങനെയുള്ള വ്യവസ്ഥയുമുണ്ട്. എന്നാൽ ഒമാനിൽ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള വിദേശികൾക്ക് 10 വർഷം രാജ്യത്ത് താമസിച്ചാൽ പൗരത്വത്തിന് അപേക്ഷിക്കാം. നല്ല സ്വഭാവം, മാന്യമായി ജീവിക്കാനുള്ള വരുമാന മാർഗം എന്നിവയും ഉണ്ടായിരിക്കണം. പൗരത്വം ലഭിക്കുന്ന വിദേശികൾ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിന് മുന്നിൽ പ്രതിജ്ഞ എടുക്കണം. പൗരത്വത്തിനുള്ള മാനദണ്ഡങ്ങളിൽ വേണമെങ്കിൽ ഭരണാധികാരിക്ക് ഇളവ് അനുവദിക്കാവുന്നതാണ്. ഒമാനി പൗരനെ വിവാഹം ചെയ്ത സ്ത്രീകൾക്ക് വിവാഹം കഴിഞ്ഞ് 5 വർഷം ഒമാനിൽ താമസിച്ചാൽ പൗരത്വത്തിന് അപേക്ഷിക്കാം. പ്രത്യേക രാജകീയ ഉത്തരവിലൂടെ അല്ലാത്ത ഒമാൻ പൗരന്മാർക്ക് ഇരട്ട പൗരത്വം അനുവദനീയമല്ല. മറ്റേതെങ്കിലും രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചാൽ ഒമാൻ പൗരത്വം റദ്ദാവും. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും പൗരത്വം നഷ്ടമാവാനുള്ള കാരണമാണ്. വ്യാജരേഖകൾ ഉണ്ടാക്കി പൗരത്വം നേടുക, വിദേശ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ശത്രു രാജ്യത്തിന്റെ താൽപര്യത്തിന് അനുഗുണമായി പ്രവർത്തിക്കുക തുടങ്ങിയവ കണ്ടെത്തിയാലും പൗരത്വം റദ്ദാക്കപ്പെടും. എന്തായാലും പ്രവാസികൾക്ക് പൗരത്വം ലഭിച്ച സന്തോഷം തന്നെയാണ് പ്രവാസ ലോകം.